ഹായ്, ഇന്നത്തെ സ്റ്റോറിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ടെക്നോളജി കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ഡൊമൈനിലായിക്കോട്ടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്കിപ്പോൾ ആ ഡൊമൈനിൽ നമുക്ക് വളരെ നല്ല നോളജും നമ്മുടെ ജോബിൻ്റെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ കരിയറിൽ നമുക്കൊരു ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട മറ്റൊരു സ്കില്ലുണ്ട്. പല ആൾക്കാരും നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു സ്കില്ലാണ് EQ. ചിലപ്പോൾ നമ്മുടെ IQ ഭയങ്കര ഹൈ ആയിരിക്കും, പക്ഷെ നമ്മുടെ EQ, അതായത് നമ്മുടെ ഇമോഷണൽ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ വളരെ ലോ ആയിരിക്കും. നമ്മൾ പല ആളുകളും ചിന്തിക്കുന്നത് നമുക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും, നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ സ്കില്ല് കണ്ടിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് പുണ്ണാൻ പറ്റുന്നതായിരിക്കും പല ആൾക്കാരും വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ബേസിക്കലി വർക്കിംഗ് IT കമ്പനിയിലായിക്കോട്ടെ, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലായിക്കോട്ടെ, എല്ലായിടത്തും ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും. അവരുടെ IQ ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും, പക്ഷേ അവരൊരു നല്ലൊരു ടീം മെമ്പർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ടീം ലീഡ് ആയിരിക്കില്ല. അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും, പക്ഷേ ടീമിൻ്റെ കൂടെ പെർഫോം ചെയ്യാനോ ടീമിനോട് കൊളാബറേറ്റ് ചെയ്യാനോ അവർക്ക് തന്നെ സ്കിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ അവരുടെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ദ ടൈം അവർ ചെയ്യുന്നത് ഏറ്റവും കമ്പനിക്ക് ഏറ്റവും ഒപ്റ്റിമൈസ് രീതിയിലാണ് ചെയ്യുന്നതെന്നും കണ്ടറിഞ്ഞ് അവരുടെ പ്രൊമോഷൻ ഗ്രോത്തും കൂടെ വരുന്നതാണ് അവരുടെ വിചാരം. പക്ഷേ അങ്ങനെ ആ ഒരു ഗ്രോത്ത് കൂടെ വന്നെങ്കിൽ നമ്മുടെ ഇമോഷണൽ, അതായത് പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ലിലും നമ്മൾ ഫോക്കസ് ചെയ്യണം. ആ ഒരു സ്കില്ല് സ്ലോലി ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമാണ് ഓവർ ദ ടൈം നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി എങ്ങനെയാണ്? ഡേവിഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 30 വയസ്സായ ഒരു പയ്യൻ. അവൻ്റെ സ്കൂൾ മുതൽ നല്ല രീതിയിൽ IQ ഉള്ള ഒരു പയ്യനായിരുന്നു. സ്കൂളിലൊക്കെ നല്ല IQ ടെസ്റ്റിലൊക്കെ നല്ല മാർക്ക് മേടിച്ച് IQ ലെവലിൽ ഹൈ ആണ്. അവൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ സമയത്താണെങ്കിലും അവൻ്റെ സ്കിൽസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തതാണ്. അവന് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഏതത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രോബ്ലം ആണെങ്കിലും അവന് ഈസി ആയിട്ട് അവന് സൊല്യൂഷൻ കൊണ്ടുവരാനും ഏറ്റവും ഒപ്റ്റിമൈസ് ആയിട്ട് ചെയ്യാനും കോഡിങ്ങിലാണെങ്കിലും ഭയങ്കര സ്കില്ലുള്ള ഒരു ആളായിരുന്നു അവൻ. അങ്ങനെ ഒരു IT കമ്പനിയിൽ ഒരു വർക്ക് ചെയ്യുകയാണ്. അവൻ്റെ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്ന ഹോട്ടൽസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള പല കമ്പനികൾക്കും സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമായിരുന്നു അവൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊട്ടും EQ ഇല്ല. മീൻസ് അവൻ്റെ കൂടെയുള്ള ഒരാൾ അവനോടൊരു സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അവൻ്റെ റെസ്പോൺസ്, ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫിഗർ ഔട്ട് ചെയ്തുകൂടാ, ഇത് വളരെ നിസ്സാരമായ കാര്യമല്ലേ, ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അവനടുത്ത ടീം ലീഡ് ആണെങ്കിൽ പോലും അവൻ്റെ ടീമിലുള്ള എല്ലാവരെയും അവൻ ശരിക്കും ഒരു കൊച്ചാക്കുന്ന രീതിയിലായിരുന്നു എപ്പോഴും സംസാരിച്ചിരുന്നത്. കാരണം അവൻ്റെ സ്കില്ലിൽ അത്രയ്ക്കും കോൺഫിഡൻസ് ആയിരുന്നു. അവൻ്റെ ഐഡിയാസ് ആയിരുന്നു ഏറ്റവും കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു ടീം മീറ്റിംഗ് ആണെങ്കിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐഡിയാസ് ഒരു വാലിഡ് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ അവിടെ വെച്ചാൽ അവനെ കട്ട് ചെയ്യും. അങ്ങനത്തെ രീതിയിലായിരുന്നു ഇവൻ്റെ എപ്പോഴും ഉണ്ടായിരുന്ന റിയാക്ഷൻ. പക്ഷേ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും, പക്ഷേ അവനൊരിക്കലും അവൻ്റെ സ്കില്ലും അവൻ്റെ കാര്യങ്ങളിലും മാത്രമായിരുന്നു അവൻ്റെ ഒന്നും ഫോക്കസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ടീമിലുള്ളവർക്ക് ആർക്കും തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. എന്തെങ്കിലും ഇപ്പോൾ ഒരു ഹാപ്പി മൊമെൻറ്റ് നടക്കുവാണെങ്കിൽ പോലും, ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുവാണെങ്കിൽ പോലും ഇവനങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് സൈലൻ്റ് ആവും. അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു അവൻ്റെ കൂടെയുള്ളവർക്ക് ഇവരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൻ്റെ ആംഗിൾ നോക്കുമ്പോൾ അവൻ ഏറ്റവും ഒപ്റ്റിമൈസ് ചെയ്ത് കമ്പനിക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ്റെ തോട്ടം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തെറ്റെന്ന് പറയുകയാണ് എപ്പോഴും നല്ലത്. കാരണം അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന ടൈം വേസ്റ്റിംഗ് എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു കോഡ് ചെയ്യുന്നത് റോങ് ആണെങ്കിൽ അത് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അങ്ങനത്തെ ഒരു ആംഗിളിലായിരുന്നു അവൻ എന്നും സംസാരിക്കുകയും ബാക്കിയുള്ളവരെ കെയർ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം കടന്നുപോയി. അടുത്ത കൊല്ലത്തിൻ്റെ അപ്രൈസലും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എംപ്ലോയീസ് ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടിരുന്നപ്പോൾ അവരുടെ മാനേജർ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവൻ്റെ ടീമിലുള്ള പല ആളുകളും വേറെ ടീമിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയും ഇവൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പലവരായിട്ടും ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ടൊക്കെ മാനേജറുടെ അടുത്ത് പറഞ്ഞു. മാനേജറിന് കാര്യം മനസ്സിലായി. കാരണം മാനേജറും ഇവനെക്കുറിച്ച് അറിയാം. ഇവനൊരിക്കലും ഒരു ടീം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മാനേജറിന് അറിയായിരുന്നു. മാനേജറപ്പോൾ ഈ ഡേവിഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, പല കൊളീഗ്സും ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, നീ ശരിക്കും നിൻ്റെ ടീം ബിൽഡിങ്ങിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്യണം. നിൻ്റെ ടെക്നിക്കൽ സ്കിൽസ് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ആവശ്യമാണ്, പക്ഷേ നീ നിൻ്റെ ടീം ബിൽഡിങ്ങിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഈ ടീമിൽ എനിക്ക് തന്നെ മാറ്റേണ്ട വരും. തൽക്കാലം ഞാൻ നിന്നെ ഈ പ്രോജക്റ്റിനെ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് മാറ്റുവാണ്. നിൻ്റെ ടീം ലീഡ് ആയിട്ട് റിപ്പോർട്ടിങ് ചെയ്യാൻ കുറച്ച് നാളത്തേക്ക് എല്ലാവരെയും ഡയറക്റ്റ്ലി എൻ്റെ അടുത്തേക്ക് ആക്കുവാണ്. നീ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ഒരു പ്രോജക്റ്റിൽ ഫോക്കസ് ചെയ്യാം. നിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പുതിയ 2 പയ്യന്മാരെ ഞാൻ ഇട്ട് തരാം. അവരെ വെച്ച് നീ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തോ, അല്ലെങ്കിൽ മൊത്തം ടീമിൻ്റെ ഉള്ളിൽ ഒരു ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇവന് ഭയങ്കര വിഷമമായി. കാരണം അവൻ ആ ടീമിന് വേണ്ടിയായിരുന്നു, ആ കമ്പനിക്ക് വേണ്ടിയായിരുന്നു ഇത്രയും നാൾ വർക്ക് ചെയ്തത്, എല്ലാം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് പല കൊളീഗ്സിനെ അവൻ കൺട്രോൾ ചെയ്തതും എല്ലാവരും അങ്ങനെ ഹാർഷായിട്ട് സംസാരിച്ചു എല്ലാം ചെയ്തത്. എന്നിട്ടിപ്പോൾ അവസാനം ഒരു അപ്രൈസലും ഗ്രോത്തും വന്നപ്പോൾ അവനെയാണ് ഏറ്റവും നെഗറ്റീവായിട്ടാണ് എല്ലാവരും കാണുന്നത്.
അപ്പം അങ്ങനെ വന്ന് അവനാകെ വിഷമിച്ച് തിരിച്ചൊന്ന് വീട്ടിലേക്ക് പോകണ വഴിക്ക് അടുത്തുള്ളൊരു പാർക്കിൽ അവൻ ഇറങ്ങി കുറച്ച് റെസ്റ്റ് എടുക്കാൻ ഓർത്ത് വീട്ടിലേക്ക് പോകാൻ തന്നെ അവൻ്റെ മനസ്സിൽ ആകെ ഒരു തോട്ടിങ്ങനെ നെഗറ്റീവ് അടിച്ച് നിൽക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് ചെന്നിറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു പഴയ ഒരു സീനിയർ ആയിട്ടുള്ളൊരു പുള്ളി അവിടെ ഇരിക്കണുണ്ടോ. അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ചോ, പുള്ളി ഇവനെ കണ്ടപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു, കമ്പനിയിൽ ഇപ്പോൾ എങ്ങനെയുണ്ട്, കമ്പനി ഗ്രോത്ത് എങ്ങനെയുണ്ട്, പ്രൊജക്ട്സ് എങ്ങനെയുണ്ടെന്നൊക്കെ പുള്ളി ഇവനോട് ക്യാഷ്വലായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇവൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നല്ല രീതിയിലാണ് പ്രൊജക്റ്റ് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് പക്ഷേ ടീമിന് ആരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാവരും ഇവനൊരു കുറ്റക്കാരനായിട്ടാണ് കാണുന്നത്. ഇവനാരും പക്ഷെ അവർ പറയുന്ന പോലെ മണ്ടത്തരത്തിനെ ഇവൻ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവൻ ഏതാണ്ട് അവരെ ഒബ്ജക്റ്റ് ചെയ്യുന്ന പോലെയാണ് അവർക്ക് എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനെയുള്ള അവൻ്റെ ആംഗിളിൽ നിന്നുള്ള അവൻ്റെ എല്ലാ പ്രശ്നവും മറ്റേ കൊളീഗിനോട് പറഞ്ഞു, ആ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കൊളീഗിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇവനോട് സിമ്പിളായിട്ടൊരു കാര്യം ചോദിച്ചു. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ചോദിക്കാം, നീ എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, നീയും നിൻ്റെ കുറച്ച് കൊളീഗ്സോടെ ഒരു സ്ഥലത്ത് ഒരു ഐസൊലേറ്റഡ് ആയിട്ട് സ്ഥലത്ത് പോവാണ്, ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ നിൻ്റെ കയ്യിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഉണ്ട്, അതായത് ദൂരത്തേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ലൈറ്റ് അടിക്കുന്ന ലൈറ്റ് ഉണ്ട്, ഒരു വാം ലൈറ്റ് ചുറ്റും നല്ല രീതിയിൽ വെട്ടം കിട്ടുന്ന ഒരു ലൈറ്റും ഉണ്ട്. അപ്പോൾ നീ എൻ്റെ അത് ഏതാണ് യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക, കാരണം അത് നമുക്ക് ഒത്തിരി ദൂരത്തേക്കുള്ള നമുക്ക് വിസിബിലിറ്റി കിട്ടും, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അന്നേരം എവിടെയെങ്കിലും ദൂരത്ത് നിന്ന് എന്തെങ്കിലും അപകടം വരണമെങ്കിലോ കുറച്ചുകൂടി കാര്യങ്ങളുടെ വിസിബിലിറ്റി ഉണ്ടാവും, എനിക്ക് പോകാൻ അതായിരിക്കും എളുപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ നീ അതടിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നിൻ്റെ കൂടെയുള്ളവർക്ക് നിന്നോട് ഈസിയായിട്ട് വരാൻ പറ്റുമോ, കാരണം അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കാണാൻ പറ്റുമോ, അവരുടെ ഓരോ മുൻകൂട്ട് വയ്ക്കുന്ന സ്റ്റെപ്പും നിനക്ക് നിൻ്റെ ടോർച്ചിൽ കാരണം താഴേക്ക് മുന്നോട്ട് അടിച്ചു നോക്കി പോകാൻ പറ്റും, പക്ഷേ ഇവർക്ക് വരാൻ പറ്റുമോ. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞു. അപ്പോൾ അതേസമയം നിൻ്റെ വാം ലൈറ്റാണ് തെളിച്ച് പിടിച്ചേക്കണമെങ്കിൽ ചുറ്റും നല്ല രീതിയിൽ വെട്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും അത് സൗകര്യമായിരിക്കില്ലെന്ന് പറഞ്ഞു. അതേ ആയിരിക്കും, എല്ലാവർക്കും അങ്ങനെ ഒന്നിച്ച് പോകാൻ പറ്റും. അതുപോലെ തന്നെയാണ് നിൻ്റെ തോട്ടും, നീ നല്ല രീതിയിൽ നിനക്കുള്ള ഐക്യമുണ്ട്, നല്ല സ്കിൽസും ഉണ്ട്. അപ്പോൾ നീ നിൻ്റെ വിസിബിലിറ്റി വെച്ച് ഒത്തിരി ദൂരത്തേക്കുള്ള ചിന്തിച്ചാണ് ചെയ്യുന്നത്, പക്ഷെ നിൻ്റെ കൂടെയുള്ളവർ പല ലെവലിൽ ഐക്യമുള്ളവരുണ്ടാവും, അവരെല്ലാവരും നീ ഒന്നിച്ച് കൊണ്ടുപോയാലാണ് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നവനാണ് ശരിയായ ഒരു ലീഡർ ആവത്തുള്ളൂ എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഇവനും കാര്യം മനസ്സിലായി, അവൻ്റെ ഭാഗത്തുള്ള തെറ്റെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിനി എങ്ങനെ അത് കറക്റ്റ് ചെയ്തെന്ന് വെച്ചു. അപ്പോൾ മറ്റേ പുള്ളി പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം തന്നെ 2 പയ്യന്മാരുണ്ടല്ലോ, അവർ ജൂനിയേഴ്സാണ്, ഒരു പുതിയതായിട്ട് വന്നാണ്, നീ അവരോടൊരു കാര്യം നീ പറയണേക്കാൾ മുമ്പ് നീ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ പറയുന്ന കാര്യം അവരെ ചെറുതാക്കുവാണോ അവരെ വലുതാക്കുവാണോ എന്ന് ചിന്തിക്കണം. നീ അവരെ ചെറുതാക്കുന്ന പോലെയാണ് സംസാരിക്കാനാണ് നിൻ്റെ മനസ്സിൽ വന്നെങ്കിൽ നീ നിൻ്റെ സെൻറ്റൻസ് ഒന്നുകൂടെ റീഫ്രെയിം ചെയ്യണം. അവരെ വലുതാക്കേണ്ട രീതിയിൽ, അവരുടെ ഐഡിയാസ് വരുന്ന രീതിയിൽ നീ അവരോട് സംസാരിക്കണം. അപ്പോൾ അവരുടെ ഐഡിയാസ് അവർക്കൊരു കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടുമ്പോൾ അവർ കൂടുതൽ നിന്നെ പോലെ തന്നെ ചിന്തിച്ചു തുടങ്ങും, അവർ പയ്യെ കയറി വരും. പിന്നെ അവർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പൊട്ടത്തരം ആയിക്കോട്ടെ, അവർ പറയുന്ന മൊത്തം കേട്ടതിന് ശേഷം അവരെ കൊണ്ട് തന്നെ ചിന്തിക്കുന്ന രീതിയിൽ നീ അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഇങ്ങനെ ചിന്തിച്ചൂടെ, അങ്ങനെ ചിന്തിച്ചൂടെ, ഇങ്ങനെ ചിന്തിച്ചിട്ട് ബെറ്റർ ആവത്തില്ലേ, അങ്ങനെ നീ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നിന്നിലുള്ള ഉണ്ടാകുന്ന കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ അവർ നിന്നോട് കൂടുതൽ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിനക്ക് നീ അവർക്ക് പറഞ്ഞ ഐഡിയാസ് അവർക്കാണെങ്കിലും ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് തോന്നും. അല്ല നീ പെട്ടെന്ന് തന്നെ അവർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ ബ്ലോക്ക് ചെയ്തു, ഞാൻ പറഞ്ഞു ഒരിക്കലും കേൾക്കത്തില്ല, എന്നെ വെറുതെ അപ്പോൾ അവരുടെ മൈൻഡും ആ ഒരു ഡിസ്റ്റർബ്ഡ് മോഡിലായിരിക്കും നീ പറയുന്ന ഓരോ കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നീ പറയുന്ന പകുതി കാര്യം അവരുടെ മനസ്സിലേക്ക് കയറിയില്ല എന്ന് വരും. പക്ഷേ നീ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് തിരിച്ചു പറയുമ്പോൾ അവർക്ക് നിന്നോട് ശ്രദ്ധിക്കാനുള്ള ചാൻസും ഭയങ്കരമായിട്ട് കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ കൺസെപ്റ്റൊക്കെ മനസ്സിലായി. എൻ്റെ പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ അവൻ്റെ കൂടെയുള്ള കൊളീഗ് ജൂനിയർ ആയിട്ടുള്ളവൻ എന്തോ ഒരു ചെറിയ നിസ്സാരമായൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അവനോട്. അപ്പോൾ ആദ്യത്തെ വായിൽ പറയാൻ വന്നത് നിനക്ക് സ്വന്തമായിട്ട് ഫിഗർ ഔട്ട് ചെയ്തോടെ 5 മിനിറ്റ് ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂല്ലോ എന്നാണ് പറയാൻ വന്നത്. പക്ഷേ അവൻ്റെ പഴയ കൊളീഗ് പറഞ്ഞാലും ഓർമ്മ വന്നു. അവൻ പറഞ്ഞു, ഓക്കെ അങ്ങനെയാണ് സംഭവിച്ചത്, അത് നല്ല ഐഡിയ ആണ് ചെയ്യാൻ നോക്കിയത്, പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൂടെ എന്നൊക്കെയാണ് പിന്നെ റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ ആ പയ്യനാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷമായി, ഓക്കെ ഇങ്ങനെയാണ് ചെയ്ത് നോക്കണ്ടല്ലേ എന്നുള്ള അവൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ ഡേവിഡിന് ഒരുപാട് സമയം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നിയെങ്കിലും ഇവരിങ്ങനെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്ത് അവരോട് ചോദിച്ച് അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരും അവരുടെ ലെവലിൽ അങ്ങ് ഉയരാൻ തുടങ്ങി. ഡേവിഡ് ചിന്തിക്കുന്ന പോലെ തന്നെ ഇവരും ചിന്തിക്കാൻ തുടങ്ങി. അൾട്ടിമേറ്റ്ലി ഇവരുടെ ഓവറോൾ റിസൾട്ട് ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ടൊരു എക്സ്പെൻഷ്യൽ ഗ്രോത്താണ് ആ ഒരു ചെറിയ ടീമിന് ഉണ്ടാവാൻ തുടങ്ങിയത്. പ്രൊജക്ട്സൊക്കെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു, ഡെഡ് ലൈനൊക്കെ ഈസി ആയിട്ട് മീറ്റ് ചെയ്യുന്നു. ആ കൂടുതൽ 2 പയ്യന്മാരാണ് നല്ല നോളജബിൾ ആയിട്ട് കയറി വരുന്നു. അപ്പോൾ ആ ഒരു 2 പയ്യന്മാർ കയറി വരുന്നു, ഡേവിഡ് എൻ്റെ ഒപ്പം കയറുന്നു. ഇത് കാണുമ്പോൾ ബാക്കിയുള്ള ടീമിൽ നിന്ന് എല്ലാവരും പെട്ടെന്നുള്ള ചിന്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടെ കിട്ടിയ പയ്യന്മാർ 2 ഭയങ്കര ഗ്രാസ്പിംഗ് പവറുള്ളവർ ഭയങ്കര ഇതുകൊണ്ടാണ് ഇത് കയറി വന്നതെന്നാണ് മനസ്സിലായത്. പക്ഷേ ഡേവിഡിന് അറിയായിരുന്നു അവൻ്റെ തോട്ട് പ്രോസസ്സ് മാറ്റിയതുകൊണ്ടാണ് ആ പയ്യന്മാരും കയറി വന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ പഴയ ആ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഹോസ്പിറ്റൽ മാനേജറിൻ്റെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയൊരു റിജക്ഷൻ സംഭവിക്കുന്നു, ഒരു പ്രോബ്ലം സംഭവിക്കുന്നു. അത് അവൻ്റെ ടീം മൊത്തം ഒരു ക്രൈസിസിലാവുന്നു. ആ സമയത്ത്
ഇവൻ്റെ മാനേജർ ഇവനോട് ചോദിച്ചത് ആ ടീമിനെയും കൂടെ ഹോൾഡ് ചെയ്യാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡേവിഡ് പറഞ്ഞു അവർക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യാം, തൽക്കാലം എന്നെ അവരെ ലീഡാക്കണ്ട, ഞാൻ അവരുടെ കൂടെ അവരെ ഒരു കൺസൾട്ടൻ്റായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം, അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് എന്നെ ലീഡാക്കിയാൽ മതി എന്ന് പറഞ്ഞു ഡേവിഡ്. അങ്ങനെ ഇവൻ ആ പ്രൊജക്റ്റിൻ്റെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട്. ആ മീറ്റിംഗിൽ അവൻ പോയിരിക്കുന്നു. ഇവർ ഓരോന്ന് പറയണ കേൾക്കും തന്നെ മണ്ടത്തരമാണ് പറയണമെന്ന് ഡേവിഡ് തോന്നിയാലും ഡേവിഡ് എല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് ഡേവിഡ് അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ ഐഡിയാസ് കൊള്ളാൻ നല്ല പ്ലാനാണ് ചെയ്തത്, പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്രോച്ചുകളും ചെയ്ത് നോക്കി കൂടാ, ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ ആ പ്രോബ്ലം ചിലപ്പോൾ സോൾവ് ആയി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവരോട് ഓരോ ഐഡിയാസ് അവർ പറഞ്ഞ ഒരു ഐഡിയാസിനെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഇവൻ്റെ ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പോൾ അവരങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓരോ കാര്യങ്ങളും ഡേവിഡിനോട് കൂടുതൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഡേവിഡ് അവർ പറഞ്ഞെല്ലാം ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. കേട്ട് കഴിഞ്ഞിട്ട് എല്ലാത്തിനും കൃത്യമായിട്ട് ഓരോ അവൻ്റെ രീതിയിലുള്ള ചിന്തിക്കാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഓരോ അവരുടെ തലയിൽ നിന്ന് തന്നെ ഈ ഐഡിയാസ് വരുന്ന രീതിയിൽ അവരങ്ങനെ ഓരോന്ന് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഓവർ ദ ടൈം ആ ഒരു പ്രോബ്ലം സോൾവ് ആയി വരികയും ചെയ്തു. അവർക്കെല്ലാവരും ഡേവിഡിനോട് നല്ലൊരു അട്രാക്ഷൻ ആയി തുടങ്ങി. അങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ എല്ലാവരുടെയും ഒറ്റത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഡേവിഡിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ആ പ്രൊജക്റ്റ് നല്ല രീതിയിൽ പോയി തീർത്തേ എന്നുള്ള ഒരു ഫീഡ്ബാക്കായി. അവർക്കെല്ലാവർക്കും ഡേവിഡിനോട് കൂടെ വർക്ക് ചെയ്യാൻ വീണ്ടും ഒരു കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമായി. അങ്ങനെ ആ കമ്പനിക്ക് വേറൊരു വലിയൊരു പ്രൊജക്റ്റ് വന്നപ്പോൾ ഈ ഡേവിഡിന് കൊടുത്ത പുതിയ 2 പയ്യന്മാർ അവന്മാർ നല്ല രീതിയിൽ വളർന്നു വന്നു. ഈ മറ്റേ ഉണ്ടായിരുന്ന ടീമും എല്ലാവരും ഡേവിഡിനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റായിട്ട് അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവന് ഓട്ടോമാറ്റിക്കലി ആ ഒരു നല്ലൊരു ഗ്രോത്ത് വരാൻ തുടങ്ങി. അവനത് കഴിഞ്ഞിട്ട് വേറൊരു പ്രൊമോഷൻ വന്നപ്പോൾ അവനെ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഒരു ടീം മാനേജറായി മാറി. അവനങ്ങനെ ആ ഒരു കമ്പനിയിൽ നല്ലൊരു ഗ്രോത്ത് പൊസിഷനിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ ബേസ് ഇതാണ്, നമുക്ക് എത്ര സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്കൊരു ലൈഫിലൊരു ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ ടീം മാനേജ്മെൻറ്റ് സ്കില്ല് അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. നമ്മൾ അതിന് വർക്കൗട്ട് ചെയ്യണം, അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ സ്കിൽസ് ഉണ്ടായിട്ട് പോലും ഗ്രോത്ത് ഉണ്ടാവാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു മേഖല ഇതാണ്, ടീം ബിൽഡിംഗ് അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ല്. അതിന് വേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം ഇതാണ്. നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേട്ട് അവരെ കൊണ്ട് ചിന്തിക്കുന്നതിൽ നമ്മൾ അവരോട് വർക്ക് ചെയ്യുകയാണ് വേണ്ടത്. രണ്ടാമത് വേണ്ടത്, നമ്മളൊരാളോടൊരു കാര്യം പറയുമ്പോൾ അവരെത്ര തെറ്റാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന കാര്യം അവരെ കൊച്ചാക്കും എന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല. അവരെ വലുതാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയും, നമുക്ക് അതിനുള്ള കൂടുതൽ ഗൈഡൻസ് അവർ കൊടുക്കാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന ഓരോ ഗൈഡൻസ് അവർ ശ്രദ്ധയോടെ അത് കേൾക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല വീഡിയോസും കിടക്കുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം കേൾക്കാവുന്ന. എല്ലാം തന്നെ ഇങ്ങനെ കരിയർ ഗ്രോത്ത് മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോസാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മേഖലയിൽ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കാവുന്നതാണ്. ഓക്കെ, ഫൈൻ, സീ യു, ബൈ.